ഞാനിപ്പം യു എയിലെ ഒരു കമ്പനിയിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്തു വരികയാണ്. അപ്പം അവിടെ വന്നിട്ടുള്ള കുറേ ചലഞ്ചസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നുള്ള വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്നലെ ഞാൻ ഈ 2-3 ദിവസമായുള്ളൂ ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട്. അപ്പം എനിക്ക് റീസെൻ്റായിട്ട് ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ ഞാൻ പഴയ അവർ ഓൾറെഡി ചെയ്തിട്ടുള്ള അഡ്വർടൈസിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ അനലിറ്റിക്സ് എങ്ങനെയാണ്, എങ്ങനെയാണ് അവർ അഡ്വർടൈസിങ് ചെയ്തപ്പോൾ അതിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ, അത് എന്തുകൊണ്ട് ആ ഒരു കസ്റ്റമേഴ്സ് വരുന്നില്ല, അല്ലെങ്കിൽ അത് ലീഡ്സ് വരുന്നുണ്ട് പക്ഷേങ്കിൽ അത് കൺവേർട്ട് ആകുന്നില്ല, എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിന് മുന്നേ അവർ അഡ്വർടൈസിങ് ചെയ്തിട്ടുള്ള അഡ്വർടൈസിങ് എല്ലാം തന്നെയും എടുത്തിട്ട് ഗൂഗിൾ ആഡ്സ് ആണെങ്കിലും ഫേസ്ബുക്ക് ആഡ്സ് ആണെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന മെറ്റ ആഡ്സിൽ ഈ പറയുന്ന അഡ്വർടൈസിങ് ആഡ്സ് മാനേജർ ഉണ്ട്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഞെട്ടിക്കുന്ന ഒരു വിവരം മനസ്സിലായത്. ഞാൻ അപ്പം ഈ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പം മെറ്റ ആഡ്സിൽ ചെക്ക് ചെയ്തപ്പം ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് എനിക്ക് മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ, ഇത് അവരുടെ ബിസിനസ്സിൻ്റെ പ്രശ്നമല്ല, ഈ പറയുന്ന അവിടെ വന്ന് പെർഫോമൻസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഡ്വർടൈസിങ് ചെയ്ത ആൾക്കാരുടെ പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ പറയുന്ന നമുക്ക് പേഴ്സണലായിട്ട് നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ പേജസും ഉണ്ട്. ഫേസ്ബുക്ക് അക്കൗണ്ടുണ്ട്, ഫേസ്ബുക്ക് പേജസും ഉണ്ട്. ഈ ഫേസ്ബുക്ക് അക്കൗണ്ട്സിൽ നമുക്ക് ആഡ് അക്കൗണ്ട് ഉണ്ടാവും, അതുപോലെ പേജസിൽ ആഡ് അക്കൗണ്ട് ഉണ്ടാവും. പേജസിൽ ആഡ് അക്കൗണ്ടിൽ നിന്നിട്ട് അഡ്വർടൈസിങ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രൊഫഷണലായിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേങ്കിൽ ഇത് നോക്കിയപ്പോൾ അവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നിട്ടാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. അതും ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ, പല വെർട്ടിക്കലായിട്ടുള്ള ബിസിനസ്സുകളുണ്ട്. ആ ബിസിനസ്സിന് എല്ലാത്തിൻ്റെയും തന്നെയും അഡ്വർടൈസിങ്സ് എല്ലാം തന്നെയും ഈ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് എനിക്കറിയത്തില്ല, എന്താണ് ബ്ലോക്ക് ആയില്ല എന്നുള്ളത് വളരെ ഭാഗ്യമാണ് കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കുറേയധികം കണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ബ്ലോക്ക് ആയില്ല എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പേജസിൽ നിങ്ങൾക്ക് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പം ഞാൻ അതിൻ്റെ എന്ന് വെച്ചാൽ ഞാൻ കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇത് സെപ്പറേറ്റ് ഓരോ പേജസിനും ഓരോ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇടേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ്. അപ്പോൾ ഇത് കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ താഴത്ത് മെൻഷൻ ചെയ്യുക, കമൻറ്റ് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം.